കേരളത്തിലെ ബി.ജെ.പിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള നേതാക്കൾ, ഇപ്പോൾ വന്നു ചേർന്ന നേതാക്കൾ, ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു 2 വർഷത്തിലോ 3 വർഷത്തിലോ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിലോ ബി.ജെ.പിയിലേക്ക് വന്ന കുറച്ച് നേതാക്കളുണ്ട്. അതായത് നമ്മുടെ സുരേഷ് ഗോപി ആണെങ്കിലും അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ ആണെങ്കിലും ഇവരെല്ലാം നമ്മുടെ സെലിബ്രിറ്റി പ്രവർത്തകരായി നേതാക്കളായി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇവരുടെ വരവോടുകൂടി തന്നെ പ്രഭാവം കെട്ടുപോയ കുറച്ച് പഴയ നേതാക്കളുണ്ട് ബി.ജെ.പിയിൽ. ഇപ്പോഴത്തെ കാര്യം ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, വരുന്ന 2 ദിവസത്തിനുള്ളിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണയ പട്ടിക പൂർണ്ണമായും പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതനുസരിച്ച് തൃശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. അത്തരത്തിൽ തൃശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ എം.ടി. രമേശ് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പൊ നമുക്കറിയാം, എം.ടി. രമേശിനെ പോലുള്ള നേതാക്കൾ കേരളത്തിലെ ബി.ജെ.പിയുടെ വളർച്ചയിൽ 0 മുതൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു അവിടെ വരെ ഉണ്ടായിരുന്ന നേതാക്കളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കളെല്ലാം മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഈ സെലിബ്രിറ്റി നേതാക്കളുടെ വരവോടുകൂടി കാണുന്നില്ലേ? തീർച്ചയായിട്ടും മേഘ പറഞ്ഞ ഒരു കാര്യം, എം.ടി. രമേശ് എന്ന് പറയുന്ന നേതാവാണ് ശരിക്കും സുരേന്ദ്രനെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ കേട്ടറിവ്. എം.ടി. രമേശ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പാറ്റൂരൊക്കെ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ഒരു കടുത്ത RSSകാരനാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ നമ്മൾ തുടക്കത്തിൽ ഇപ്പൊ സംസാരിച്ചപ്പോൾ മേഘ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ബി.ജെ.പിയിൽ എണ്ണം പറഞ്ഞ കുറച്ച് കഴിവുറ്റ നേതാക്കളുടെ അവർ തന്നെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എം.ടി. രമേശ് ആയിരുന്നാലും സുരേന്ദ്രനായാലും വി മുരളീധരനായാലും നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പല നേതാക്കളും നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ പുതിയ ആൾക്കാർ വന്ന് കയറുമ്പോൾ ഇവർക്കൊക്കെ കൊടുക്കേണ്ട ഒരു പ്രോവിനൻസ് കൊടുക്കുന്ന കാര്യത്തിൽ, അതായത് ഇപ്പോൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് ശരിക്കും കേരളത്തിനകത്തുള്ള പൊളിറ്റിക്സ്, കേരളത്തിലെ ആൾക്കാരുടെ വലിപ്പം അറിയില്ല എന്നാണ് തോന്നുന്നത്. വന്നു കയറുന്നവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പൊ നമ്മൾ അവസാനം കേട്ട മധു ബാലകൃഷ്ണന്റെ പിറകെ അവർ പോയി എന്നാണ് അല്ലെ? അതെ, സഞ്ജു സാംസനും സഞ്ജു സാംസനെ കരമന ജയൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവാണ്. കരമന ജയൻ ചേട്ടന് ഒപ്പം അവർ കൊടുക്കുന്ന രണ്ടാമത്തെ പേര് സഞ്ജു സാംസന്റെയാണ്. പണ്ട് ശ്രീശാന്ത് അവിടെ മത്സരിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു വേള ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാരെ കെട്ടിയിറക്കുമ്പോൾ പരിഹാസത്തിന് ഇടയാവുകയില്ല. കാര്യം ശ്രീശാന്ത് മത്സരിച്ചപ്പോൾ കുറച്ച് വോട്ട് കിട്ടി, പക്ഷെ പരിഹാസത്തിന് പാത്രമായി എന്നുള്ളത് മറ്റൊരു വശമാണ്. അതെ, പിന്നെ രാഷ്ട്രീയം പോലും കാണാതെ അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ ബി.ജെ.പിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്കുള്ളിൽ ഒരു വലിയൊരു എക്സ്പാൻഷന്റെ ആവശ്യമുണ്ട്. കാരണം അവർ എത്ര കണ്ട് പ്രചാരണം നടത്തി എന്ന് പറഞ്ഞാലും എത്ര കണ്ട് പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാലും ഈ മറ്റു പാർട്ടികളെ പോലെ വലിയ രീതിയിൽ വളരാനുള്ള ഒരു സാഹചര്യം ബി.ജെ.പിക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ കേരളത്തിലെ അതെ കേരളത്തിലെ സാഹചര്യമാണ് സംസാരിച്ചത്. അപ്പോൾ അവർക്ക് ആ സാഹചര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 2020 ആയാലും BDJS ആയിരുന്നാലും അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന ഇപ്പൊ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയി. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ R രശ്മി എന്ന് പറഞ്ഞ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു സ്ത്രീ പോയിട്ടുണ്ട്. അപ്പോൾ ഈ നേതാക്കളെല്ലാം തന്നെ ഇവരെല്ലാം ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യത ഇവർക്കുണ്ട്. പക്ഷെ അവിടെ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ മുഖമായിരുന്ന പല നേതാക്കളും, അവിടെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. ഇപ്പൊ എം.ടി. രമേശ് ആയിക്കോട്ടെ, VV രാജേഷ് ആയിക്കോട്ടെ, അങ്ങനെ പല നേതാക്കളെയും. ഒരു കാര്യം നമ്മളവിടെ പറയണം, VV രാജേഷിന്റെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പോഴേ ഓർത്താണ്. അതായത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സെലക്ഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മേയർ ആകാനായിട്ട് പേര് ആരതാ പോയത്? IG ശ്രീലേഖയുടെ പേര്. അത് മേഘ ഓർക്കണം. അതായത് VV രാജേഷ് വരണമെന്ന് ആഗ്രഹിച്ച സാധാരണ പ്രവർത്തകർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനം. K സുരേന്ദ്രനും V മുരളീധരനും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഇത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഇദ്ദേഹം വരികയാണെങ്കിൽ, രാജേഷ് ഇപ്പൊ മേയറായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. ഈ രാജേഷ് വന്നിരിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? സാധാരണ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു എനർജിയാണ്. ഞങ്ങളും ഇതേപോലെ നോട്ടീസ് ഒട്ടിച്ചേർന്നാലും നാളെ ഞങ്ങൾക്കും പാർട്ടിയിൽ എന്തെങ്കിലും ആകാമെന്നില്ല. ഇവിടെ ശ്രീരേഖയെ മാറ്റിയതിന്റെ അതുവഴി അങ്ങനെ ആ ഒരു സന്ദേശം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ട്രെയിനിൽ ഇവിടെ എറണാകുളത്ത് വന്നുകൊണ്ടിരിക്കുക. ഞാൻ 1-2 തിരുവനന്തപുരത്ത് നേതാക്കളെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എടാ ഇത് ശക്തമായ ഒരു തീരുമാനമാണ്, ഞങ്ങളിത് പറഞ്ഞത് VV രാജേഷ് വരണമെന്ന്. ഇത് പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനം. കാര്യം ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം അറിയില്ല. ഇപ്പോഴും ഈ പ്രസിഡന്റിന് കേരള രാഷ്ട്രീയം അറിയില്ല. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു R ശ്രീലേഖ. തീർച്ചയായിട്ടും. സുരേന്ദ്രന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു VV രാജേഷ്. ഇപ്പോൾ VV രാജേഷ് എന്ന് പറഞ്ഞാൽ
അതെ അതെ അതെ. അപ്പൊ അദ്ദേഹത്തിന് അത്രയും യോഗ്യതയും അദ്ദേഹം ഈ ഡിസേർവ്ഡ് ഇറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്റെ ഒക്കെ ചെറുപ്പത്തിലെ BJP രാഷ്ട്രീയം കേരളത്തിൽ കഷ്ടപ്പെട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ച നേതാവ് തന്നെയാണ്. മേഘയൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ജേർണലിസം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള പേരാണ് ഈ രാജേഷിന്റെ, അല്ലെ? ചെറുതിലെ നമ്മൾ ടിവിയിൽ തിരഞ്ഞെടുപ്പ് കാണുമ്പോഴും കാണുന്ന പേരുകളാണ്. ചാനൽ ചർച്ചകളിൽ കഷ്ടപ്പെട്ട് കയറി വന്ന മനുഷ്യൻ, വേറൊരു മെറിറ്റ് ഒന്നും ഇല്ലാതെ ശരിക്കും പ്രയത്നിച്ചു വന്ന ഒരാളാണ്. അതെ, അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ബാക്കി നേതാക്കളെല്ലാം തന്നെ. എല്ലാവരും ഇപ്പൊ ഒരു ബേസും ഇല്ലാത്ത ഒരു നാട്ടിൽ, ഇപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ BJPക്ക് ബേസ് ഉണ്ടായിരുന്നു, പക്ഷെ കേരളത്തില് അങ്ങനെ ഒരു ബേസ് ഇല്ലായിരുന്ന ഒരു കാലത്ത് ഇത്തരത്തിൽ ഒരു വേരിൽ നിന്ന് തുടങ്ങിയത് ഇവർ തന്നെയായിരുന്നു. അപ്പൊ ഇവരെ മാറ്റി നിർത്തുമ്പോൾ BJP അനുഭാവികള്, സാധാരണ പ്രവർത്തകര്, BJP അനുഭാവമുള്ള ആൾക്കാർക്ക് ഒരു BJPയോട് തന്നെ ഒരു തിരിഞ്ഞു നിൽപ്പുണ്ടാകും. നാളെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാകും. ഈ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ എവിടെ പോകാനാണെന്നൊരു ചോദ്യം വരും. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, സുരേഷ് ഗോപി വളർന്ന് BJPക്ക് പുറത്തും വളർന്ന് BJPക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരാളായി മാറിക്കഴിഞ്ഞു. അതെ, കഴിഞ്ഞ മാസം എനിക്കൊന്ന് 2 മാസങ്ങൾക്ക് മുൻപാണ് ഗോപാലകൃഷ്ണൻ സാറുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഞാൻ ചോദിച്ചു, സുരേഷ് ഗോപിയുടെ എന്തോ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി ചിരിച്ചു. ഞാൻ ചോദിച്ചു, ഈ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ പറ്റി അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരുന്നത് തന്നെ ഇതിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. അദ്ദേഹം BJPയിൽ നിന്ന് തന്നെ വളർന്ന അങ്ങ് വലിയൊരു വടവൃക്ഷമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതെ 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 അല്ലെ, സുരേഷ് ഗോപിയുടെ കാര്യം പറയായിരുന്നു. ഇതുപോലെ ഈ പറഞ്ഞ സെലിബ്രിറ്റി കാൻഡിഡേറ്റ്സിനെ ഇറക്കുമ്പോൾ സാധ്യത മങ്ങുന്ന മറ്റു നേതാക്കൾ, ഇപ്പോൾ വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ തൃശ്ശൂരിലാണെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ തഴയപ്പെടുന്നത് ശോഭാ സുരേന്ദ്രനാണെന്ന് പറയേണ്ടി വരും. ഒരു സാധ്യതയില്ലാത്തൊരു സീറ്റിൽ അവര് കൊണ്ടു നിർത്തുന്നു. അവരവിടെ പറയുന്നുണ്ട്. ഇപ്പോ വിജയ സാധ്യതയുള്ള അവർ നേരത്തെ മത്സരിച്ചൊരു സീറ്റിൽ ഈ പറഞ്ഞ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് വളരെ കുറവേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കായംകുളം ഇപ്പൊ തഴയുകയാണെങ്കിൽ ഇപ്പോൾ വിജയ സാധ്യതയില്ലാത്ത മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അവിടെ ഒരു വലിയ വിജയ സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തുന്നു. ഈ പ്രവണത നമ്മൾ കുറെ നാളുകളായി കാണുന്നുണ്ട്. അതെ, അപ്പോൾ ഈ പറഞ്ഞ തഴയലുകൾ ഇല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്നത് പോലെ ഈ അവർ ആഗ്രഹിക്കുന്ന 10 സീറ്റുകളിൽ 1 ശോഭാ സുരേന്ദ്രനുണ്ടാകും. അതുണ്ട്. പക്ഷെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 10 എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ പോലും എത്തുമെന്നുള്ള കാര്യം സംശയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇടത്തേക്ക് നമ്മൾ പോകുന്നു. വലിപ്പം കാരണം, അതായത് നമ്മൾ ഈ പറയുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരെ കണ്ടില്ല എന്ന് നടിക്കുന്നത് കേരളത്തിലെ പാർട്ടിക്ക് വല്ലാതെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്കൊക്കെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, കാലങ്ങളായിട്ട് മത്സരിക്കുന്നുണ്ട്. ജയിച്ചാലും ഇല്ലെങ്കിൽ ചേട്ടനൊരു വോട്ട് നമ്മൾ കൊടുക്കും. ഇപ്പൊ കുമ്മനം രാജശേഖരൻ ഒന്ന് ആലോചിച്ച് നോക്കാം. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന RSSന്റെ ഒരു നേതാവാണ്. ഇദ്ദേഹം എന്ന് പറയുന്ന നേതാവിന് പിന്നെ CPM എന്ന് വരെ വോട്ട് കിട്ടുന്നതാണ് എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കോൺഗ്രസ് നിന്ന് കിട്ടും, CPM നിന്ന് കിട്ടും, നിരവധി കിട്ടും. അതെ, അതുപോലെയാണ് നേമത്ത് രാജഗോപാൽ വിജയിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിന് പകരം വേറെ ആരും മത്സരിപ്പിച്ചിരുന്നെങ്കിലും അവിടെ വിജയിക്കാൻ സാധിക്കില്ലായിരുന്നു. അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വിജയിച്ചത്. അത് മറ്റു പല കാരണങ്ങളുമുണ്ട്. പലപ്പോഴും തോറ്റു എന്നുള്ള ഒരു തരംഗവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞ വോട്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ജയം വലിയൊരു ജയമാണ്. അപ്പൊ നമ്മള് വിഷയത്തിലേക്ക് വരുന്നു. ഇത്തരത്തിൽ ഇപ്പൊ ശ്രീശാന്തിനെ കാണുന്നു, മധു ബാലകൃഷ്ണനെ കാണുന്നു, ഇപ്പോ പത്മജയെ തൃശ്ശൂരേക്ക് കൊണ്ടുപോകുന്നു, അല്ലെ? സുരേഷ് ഗോപിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയെക്കാളും വലിയ ബിംബങ്ങളെ തേടി അവർ പോകുമ്പോൾ അത് ശരിക്കും BJPക്ക് ഒരു തലവേദന തന്നെയാകും. കാര്യം ഇതൊരു സംഘടനയാണ്. സംഘടനയാകുമ്പോൾ സംഘടനയ്ക്ക് ചില സംഘടനാ ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ സംഘടനയെക്കാളും വലുതല്ല ഒരിക്കലും പാർട്ടിയിലെ അംഗങ്ങൾ. അപ്പോൾ സംഘടനയെക്കാളും വലുതായിരിക്കുന്ന അംഗങ്ങളെയും സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ച് ശരിക്കും BJP ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടിലാകുമോ എന്നൊരു സംശയം സാധാരണക്കാർക്കും നമ്മളെപ്പോലത്തെ നിരീക്ഷകർക്കുമുണ്ട്. നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാകുമെന്നുള്ളത്.